അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ സന്തോഷത്തി അവന്റെ കൂടെ ഭയങ്കര ക്ലോസ് ആകും. അങ്ങനെ അതൊക്കെ ഇവനും പറഞ്ഞോണ്ട് അവരുടെ ഒരുമിച്ച് ക്ലാസ് കഴിഞ്ഞ ഗെയിമേ കളിക്കാറുണ്ട്. കൂടാതെ സ്കൂളിൽ എല്ലാവരും ഇവരുടെ ബന്ധത്തിനെ കണ്ടിട്ട് ആ ചെന്നിന് യൂഹിയോട് ഒരു ക്രഷുള്ള പോലെ എല്ലാവരും സംസാരിക്കുന്നതെന്ന് അറിയും. പക്ഷെ അതുള്ളയാണോ അല്ലയെന്ന് ഇവൻ അറിയത്തില്ലെന്ന് പറയുമ്പം ഇതെല്ലാം കേട്ട് അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോഴാണ് ഇവിടെ ഷൗമ കാണുന്ന വ്യക്തിയും ഒരു പെണ്ണാന്നറിഞ്ഞ് ഇവനും കുറച്ച് ഷോക്കിലേക്ക് ഇരിക്കുമ്പം അതേസമയം അവിടേക്ക് ഇരുന്ന അവളുടെ ബോയ് ഫ്രണ്ടാണ് ഷൗമയുടെ കൂടെ കണ്ട് ഇവനെ ചതിച്ചിട്ട് ഇവന്റെ കൂടെ ഇവിടെ നിന്ന് മുങ്ങാൻ നോക്കുവാണെന്ന് ചോദിക്കും. അങ്ങനെ അതിനു വേണ്ടിയാണ് ബ്രേക്കപ്പ് ചെയ്തതെന്ന് ഇവർ തമ്മിൽ തർക്കമാകുമ്പം അവൾ ആ ഫ്ലോയിലങ്ങ് ഷൗമയെ കിസ് ചെയ്യും. അപ്പോഴാണ് അവനും എന്റെ ഫസ്റ്റ് കിസ് എന്നറിഞ്ഞ് അവൻ എന്തോ സംഭവിക്കുന്നറിയാതെ ഇവിടെ ഞെട്ടിപ്പോയിരിക്കും. അതുകൊണ്ട് തന്നെ അവനും ഈ ലേഡി ആദ്യമായിട്ട് കാണുന്ന എനിക്കൊന്നും അറിയത്തില്ല ചേട്ടാന്ന് അവനും പറയുമ്പം അവർ തമ്മിലാണ് അവിടെ വഴക്കടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഗംഗങ്ങും ഇവിടെ എന്തോ സംഭവിക്കുന്നതെന്ന് ഇവനോട് ചോദിക്കുമ്പം അവന് ഗെയിം വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി വന്നേന്ന് അറിയും. പക്ഷെ ഇങ്ങനെ ഒരു സീന് വന്ന് പെടുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അപ്പം തന്നെ അവിടെ സ്ഥലം വിടും. അങ്ങനെ അതിനുശേഷം അവന്റെ ആൾക്കാരും പുറയിട്ട് ഇവർ ഓടിക്കുമ്പം ഇവനാണ് യൂഹയും ബാക്കിയുള്ള ഒരു സഹായത്തിന് ഇവള് വിളിക്കാൻ പറഞ്ഞിട്ട് അവനും ഇപ്പൊ ഒറ്റയ്ക്ക് മാസാണിക്കുള്ള സമയം പറഞ്ഞ് അവൻ അവരെ നോക്കി തിരിഞ്ഞിരിക്കും. അപ്പോഴാണ് ഇവനെ കണ്ട അവന്മാരെല്ലാരും കൂടെ എന്തോ പറ്റിയാളാ എന്റെ ഓട്ടൻ തുള്ളലൊക്കെ ഇപ്പൊ നിന്നോ, വേണേ ഇനി കുറച്ചു ദൂരം കൂടെ ഓടിക്കോ, ഞങ്ങൾ പുറകെ വരാം എന്ന് ഇവന്മാരും പറയുമ്പം അവനാണ് അങ്ങനെ പേടിച്ചോടുന്നതല്ല ഈ ഷൗമോ, കുറെ ആൾക്കാരായിട്ട് അടിക്കാൻ വരുന്നവനാടാ ഷൗമോ എന്നറിഞ്ഞ് അവൻ ബാക്കിയുള്ളവരായിട്ട് മാസമായിട്ട് അവിടെ നിൽക്കും. ഇത് കണ്ട് ഇവരൊക്കെയാണ് ഈ സ്റ്റുഡൻസ് ഒക്കെ ചേർന്ന് ഞങ്ങൾ അടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവന്മാര് കളിയാക്കിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം യൂഹയും ഇവിടെ ഫൈറ്റിനൊക്കെ റെഡി ആയിട്ടിരിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന് ഷൗമയും അവനെ കൊന്നേക്ക് യൂഹയെന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് മാസം കാണിച്ചുകൊണ്ടിരിക്കുമ്പം പാൻ സാറാണ് അവിടേക്ക് വന്നിട്ട് ഇവിടെ എന്തുവാടാ സംഭവിക്കുന്നതെന്ന് സാറ് മൊത്തം ഞെട്ടിപ്പോകും. അതേസമയം സാറ് വിചാരിച്ച ഇവരെല്ലാരും ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്ന്. അതുകൊണ്ട് മറ്റവന്മാരൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ യൂണിഫോം എന്തിടാന്ന് പറഞ്ഞ് സാറ് വഴക്കുറയുമ്പം ഇത് കേട്ട് അവന്മാരാണ് യൂണിഫോമോ ഞങ്ങൾ എന്തിനാ അതൊക്കെ ഇടുന്നത്, എടേ ഞാൻ ഇവിടെ ഒന്നും പഠിക്കുമല്ല എന്നിന് അവരും പറയുമ്പം സാറാണ് നീ എന്തോടെ പരീക്ഷയ്ക്ക് പൊട്ടിയോ, അല്ല നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കത്തില്ലല്ലേ, നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നിന് അങ്ങേര് കുറെ ചോദിക്കുമ്പോൾ തന്നെ ഇവന്മാർക്കൊന്നും മനസ്സിലാവാതെ ആ നിൽക്കുന്ന പയ്യനെ എന്റെ ഗേൾഫ്രണ്ടിനെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയെന്ന് പറഞ്ഞ് ഷൗമോനെ നോക്കി പറയും. അപ്പോഴാണ് പാൻ സാറും ഇവിടെ പപ്പില്ല അവനൊന്നും സ്ഥാനില്ലെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് പഠിക്കാനുള്ള പണി നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഞങ്ങളുടെ പിള്ളേരെ തൊട്ട പിന്നെ നീയൊക്കെ വിവരം അറിയുന്ന സാറും പേടിപ്പിക്കുമ്പം അവന്മാരാണ് ഞങ്ങൾ പിന്നെ ഒന്ന് കണ്ടോളെന്ന് പറഞ്ഞിട്ട് നൈസിന് അവിടെ നിന്ന് പോകും. അതിനേശ് സാറും ഇവർക്കെല്ലാം പനിഷ്മെന്റ് ആയിട്ട് ചെയ്ത തെറ്റാന്ന് ഒരു 100 പേർ എഴുതി കൊണ്ടുവരാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവിടെ യൂഹയാണ് അവളോട് ഷൗമയുടെ കൂടെ ഇവളെന്താ പുറത്ത് ഫൈറ്റിന് പോയാൻ ചോദിക്കും. അപ്പോഴാണ് അവളും അതിനുവേണ്ടി ഒന്നല്ലേ പോയ മറ്റേ ചെന്നിനെ കുറിച്ച് അറിയാൻ വേണ്ടി അവന്റെ കൂടെ പോയതാന്നറിയും. ഇത് കേട്ട് അവനാണ് സങ്കടത്തി ഇത് നേരെ ഇവനോടൊന്നും ചോദിച്ചാൽ പോരെ എന്തിനാ അവനോടൊക്കെ ഞാൻ ചോദിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ചിലപ്പോ ചോദിച്ചാൽ പറയത്തില്ലെന്ന് വിചാരിച്ച അവ ചോദിക്കാത്തെന്ന് പറയുമ്പം അവൻ അങ്ങനാണെങ്കിൽ പറയത്തില്ലെന്ന് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളും ക്ലാസ്സിൽ വെച്ച് അവനെ കണ്ട് സോറി പറയുമ്പം ഇവൻ ഇവളുടെ തലയ്ക്കകത്ത് എന്തോ ഉള്ളതെന്ന് പറഞ്ഞ് ആ ഷൗമ എന്തൊക്കെയാ ഇവളോട് പറഞ്ഞെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഏകദേശം ഫുള്ളും പറഞ്ഞ് അതുകൊണ്ട് അവനും കൂടെ ക്ഷമിക്കുമെന്ന് ഇവളിപ്പോ ചോദിക്കുമ്പം ഇവനാണ് ആ ചെന്നിനെ ഇവള് ഒരേപോലെ ഒന്നുമില്ല കാണുന്നതെന്ന് പറഞ്ഞ് ഇവളുടെ തലയ്ക്കകത്ത് എന്തോ ഉള്ളതെന്ന് അവളിട്ട് അവൻ കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവനും ഷൗമ പറഞ്ഞതിന്റെ ബാക്കി ഇവളോട് എടുത്തു പറയും. അതായത് ആ ചെന്നിന് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവനായിട്ട് ബ്രേക്കപ്പ് ചെയ്തപ്പോൾ ഇവന്റെ കൂടെയാണ് എല്ലാ കാര്യങ്ങളും അവൾ ഷെയർ ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവന്റെ അമ്മയും ഇവന്റെ മാർക്ക് മൊത്തത്തിൽ കുറഞ്ഞ കാര്യം അറിഞ്ഞ് ഒരു ദിവസം അവർ സ്കൂളിൽ വന്ന് നോക്കുമ്പോഴാണ് ഇവനാണ് ചെന്നിന് തൊട്ടടുത്തിരുന്ന് അവൻ കുറെ ചിരിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന അവന്റെ അമ്മയും ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ച് അപ്പൊ തന്നെ സാറുമായിട്ട് അവിടേക്ക് വന്നിട്ട് ഇവൻ എപ്പോഴും ക്ലാസ്സിൽ 3ാമത് വാങ്ങിക്കുക, പക്ഷെ ഇവളിങ്ങനെ തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരിക്കും അവന്റെ മാർക്ക് ഇപ്പൊ കുറയുന്നതെന്ന് പറഞ്ഞ് ഇവളുടെ സീറ്റ് മാറ്റാൻ വേണ്ടി പറയും. അതേസമയം ഇത് കേൾക്കുന്ന അവൾക്ക് നല്ല വിഷമായിരിക്കും. കാരണം ഈ ക്ലാസ് ഇവളുടെ അടുത്ത് ആരും തന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അന്നത്തെ ഒരു ദിവസത്തോടെ തന്നെ അവൾ പിന്നീട് ഇവനോട് സംസാരിക്കാറില്ലെന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള ബന്ധം ഇതൊക്കെയുള്ളെന്ന് പറയുമ്പം അവൾ അതുകൊണ്ട് തന്നെയാണോ ഇവൾ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ഇവന്റെ അമ്മ ക്ലാസ് ടീച്ചറിനോട് സീറ്റ് മാറാനുള്ള കാര്യം പറഞ്ഞതെന്ന് മനസ്സിലാവും. അപ്പോഴാണ് അവനും ഇവളൊരു ആണായിട്ട് പറഞ്ഞാലും ഇവളുടെ പേര് കേട്ടപ്പോൾ അവളുടെ അമ്മ അങ്ങ് വിശ്വസിച്ചെന്നറിയും. അതിനുശേഷം അവളും എങ്കിൽ പിന്നെ ഇവനെ കുറിച്ചുള്ള കാര്യം ഷൗമ പറഞ്ഞുകൊണ്ട് അവനോടെല്ലാം ദേഷ്യപ്പെടുകയും ചോദിക്കുമ്പം ഇവൻ ആ തെണ്ടിയെ പിന്നീട് നോക്കിക്കോളാം, അതൊന്നും ഇവള് നോക്കണ്ടെന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് അങ്ങ് പോകും. അതിന്റെ അടുത്ത ദിവസം ഇവിടെ ക്ലാസ് ടീച്ചറാണ് സ്കൂളിന്റെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബീറ്റയും പേടിച്ചൊക്കെ സംഘന്റെ പുറകെ ഇങ്ങനെ ഒളിഞ്ഞു വന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളെ കാണുന്ന സാറും നമ്മുടെ ബീറ്റ മോൾ എന്തിയെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് തിരക്കുമ്പം അവളാണ് എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് നൈസിന് അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കും. പക്ഷെ ബീറ്റയാണ് അവസാനം സാറിന്റെ ഫ്രണ്ടിൽ പെട്ടുപോകുമ്പം അവൾ സാറ് ഈ സമയത്ത് ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ക്ലാസ്സിലും ചോദിക്കും. അപ്പോഴാണ് സാറും ഇവളോട് കുറച്ചുപേര് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇവൾ ഓഫീസിലേക്ക് വിളിക്കുമ്പം അവളോടൊന്ന് വയറുവേദന എടുക്കുന്ന പോലെ ആക്ടിങ് ഒക്കെ ചെയ്ത് ഇവൾക്ക് വയ്യെന്നറിയും. അപ്പോഴാണ് സാറും എങ്കിൽ പിന്നെ ഇവളെ ചെന്ന് വീട്ടിൽ കൊണ്ടാക്കി അച്ഛനമ്മയോടൊക്കെ ചെന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് സാറിന്റെ കൂടെ ഓഫീസിലേക്ക് ചെല്ലാൻ തീരുമാനിക്കും. അതിനുശേഷം അവളും തുപ്പലൊക്കെ എടുത്ത് കരയുന്ന പോലെ കാണിക്കാൻ നോക്കുമ്പോൾ ഇതെല്ലാം സാറ് ഒരു സെക്കൻഡ് നോട്ടൊക്കെ നോക്കിയിട്ട് ചുമ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവളെ ചെയ്തിട്ട് സമ്മതിക്കാൻ വേണ്ടി പറയും. പക്ഷെ അവളൊന്നും പറയാതിരിക്കുമ്പോഴാണ് സാറും ആദ്യം ഇവള പേപ്പർ കട്ടെടുത്തെന്നറിയാം. പിന്നെ
രണ്ടാമത് ഏതോ ഒരു കടക്കാരനെ വിളിച്ചോണ്ടെന്ന് ഇവൾ അച്ഛനായിട്ട് പാരന്റ്സ് മീറ്റിംഗ് സാറുമാരെയൊക്കെ പരിചയപ്പെടുത്താൻ ചോദിക്കും. അങ്ങനെ ഈ ഒരു കള്ളത്തരം കാരണം നീ എത്ര ഫിസിക്സ് ക്ലാസ്സാ കെയറായിരുന്നെന്ന് പറഞ്ഞ് സാർ ഇവളെ വഴക്കുറയുമ്പം അവളാണ് അതിന് കുറച്ച് റീസൺ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛനമ്മയെ ഇവൾക്ക് കുറെ പേടിയാന്ന് പറയും. അങ്ങനെ അവരറിഞ്ഞ ഇവൾക്കത് വലിയ സീനാന്ന് പറഞ്ഞ് അവളും ഇപ്പൊ കരഞ്ഞോണ്ട് ഒരു അച്ഛനമ്മയോട് പറയാൻ പോവാണ് ഇവളെ മുമ്പേ തന്നെ അറിയിക്കാൻ വേണ്ടി പറയും. എന്നാലേ കുറച്ച് സമയമെങ്കിലും സന്തോഷത്തോടെ ഇവൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളെന്ന് ഇവളും കുറച്ച് ആക്ടിങ് ഒക്കെ ചെയ്യുമ്പം ഇതേക്കുന്ന സാറും ഇവൾക്ക് നല്ല ബുദ്ധിയെന്ന് പറഞ്ഞിട്ട് ഈ ബുദ്ധിയൊക്കെ പഠിത്തത്തിൽ കാണിക്കാൻ വേണ്ടി പറയും. കൂടാതെ സാറിനറിയാം ഇവള് പെട്ടെന്ന് തന്നെ ഇവളുടെ അച്ഛനമ്മ ജോലി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകാൻ പോവാന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവിടത്തെ എക്സാം ഇവള് വലുതായിട്ട് എടുക്കുന്നില്ലെങ്കിലും ഇവൾക്ക് ഇവിടെ പഠിച്ചേ പറ്റത്തുള്ളെന്ന് പറഞ്ഞ് സാറും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇനി ഇങ്ങനെ കള്ളത്തരൊന്നും കാണിക്കില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവളുടെ അച്ഛനമ്മയും ഇവളെ തല്ലി കൊല്ലാതെ സാറ് തന്നെ നോക്കിക്കോളെന്ന് പറഞ്ഞ് അവരെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയും. അങ്ങനെ അതും പറഞ്ഞ് സാറ് ഇവളെ പോകാൻ പറയുമ്പം ഇവളാണെ കരഞ്ഞിട്ട് ഇത്രയുള്ള സാറേന്ന് പറഞ്ഞ് വേറെ പനിഷ്മെന്റ് ഒന്നും ഇല്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് സാറും ഇതിനൊക്കെ വേറെ വല്ല പനിഷ്മെന്റ് ആണോന്ന് അവളെ നോക്കി ചോദിക്കുമ്പം അവളും കരഞ്ഞോണ്ട് സാർ ഇത്രയ്ക്ക് നല്ല മനസ്സ് കാണിക്കുന്നു വിചാരിച്ചോലും നോക്കിയില്ലെന്ന്, അവൾ ഇതുവരെ ഇങ്ങനത്തെ സാറിനെ കണ്ടിട്ടില്ലെന്ന് സാറിന് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് പോകുന്ന മുമ്പേ സാർ ഇവൾക്ക് കഴിക്കാൻ വേണ്ടി ഒരു സ്നാക്സ് എടുത്ത് കൊടുക്കും. അങ്ങനെ അത് കണ്ട് അവളിപ്പോ മൊത്തം ടച്ചായി. അതിനുശേഷം അന്ന് രാത്രി സാർ ഇവളെ പൊക്കിയ കാര്യം ഗംഗങ്ങിനോട് പറഞ്ഞ് സന്തോഷത്തിരിക്കുമ്പം ഇത് കേട്ട് ഗംഗങ്ങാണ് സാറ് പൊക്കിങ് എന്തിനായിട്ട് സന്തോഷത്തിരിക്കുന്നതെന്ന് ഇവൾക്കൊല്ലം വട്ടായാൻ ചോദിക്കും. അപ്പോഴാണ് ബീറ്റയും സാറിന് ഗേൾഫ്രണ്ട് കാണാൻ ചാൻസ് ഇല്ലെന്നൊക്കെ ഇവളിപ്പോ പറഞ്ഞ് സാറിനെ വളയ്ക്കാൻ നോക്കുക. അതുകൊണ്ട് അവളും ഇനി തൊട്ട് പഠിക്കുന്ന ഒരു ബീറ്റയെ നിങ്ങൾ കാണാൻ പോകുന്നറിഞ്ഞ് അവള് ഡിഫറന്റ് ആകാൻ പോകുന്നറിയുമ്പം ഗംഗങ്ങാണ് ഇതെല്ലാം കേട്ടിട്ട് ഇവൾക്ക് ഇത് പെട്ടെന്ന് എന്തോ പറ്റിയെന്നറിഞ്ഞ് ഇവളും നാളെ ഡിഫറന്റ് ആയിട്ടുള്ള ഗംഗങ്ങായിട്ട് മാറാൻ പോകുന്നറിയും. അതിന്റെ അടുത്ത ദിവസം ബീറ്റയുടെ സംസാരം കേട്ട് ഇവളും പുതിയ ഗംഗങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ആന്റി ശല്യപ്പെടുത്താതെ പാചകമൊക്കെ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ ശബ്ദം കേട്ട് അവിടേക്ക് വരുന്ന ഇവളുടെ അച്ഛനും ആന്റിയും കൂടെ ഇവൾ എന്തോ കാണിക്കുന്നതിന് അവൾക്ക് ആഹാരം ഉണ്ടാക്കി തരാന്ന് പറയുമ്പം അവൾ അങ്ങനെയും ചെയ്തോടാ, ഇന്നോട്ട് ഇവള് ഡിഫറന്റ് ആണ്, രാവിലെ ഇവളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് അവർ റെസ്റ്റ് എടുക്കാൻ പറയും. അതിനുശേഷം സ്കൂളിൽ വെച്ച് ഗംഗങ്ങും കുറെ പഠിക്കാനുള്ള ബുക്സ് ഒക്കെ വാങ്ങിക്കുമ്പം ഇത് കാണുന്ന ബീറ്റയും ഇവൾക്ക് ഇത് എന്തോ പറ്റിയും ചെയ്യിക്കും. അപ്പോഴാണ് അവളും ഇന്നലെ പറഞ്ഞ പോലെ രണ്ടുപേരും ഡിഫറന്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറില്ലേ എന്ന് ഗംഗങ്ങ് സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പം ഇവൾക്കാണ് ചിരി എന്നിട്ട് ഇനി അറിയാതെ ഞാൻ വല്ലം ആ ഫ്ലോ എല്ലാം പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റിപ്പിച്ചോ, എനിക്കിതെന്തോ പറ്റി എന്നതിന് അവള് ഷോക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് വെച്ച് ഇവിടെ യൂഹയും ഗംഗങ്ങിന് പറഞ്ഞു കൊടുക്കാനൊക്കെ നോക്കുമ്പം അവൾക്ക് സ്വയം പഠിക്കാൻ അറിയാന്ന് അവള് തനിയെ ചെയ്തു നോക്കിയാലേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ പറയും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെ ചെല്ലുമ്പോഴാണ് ബേറ്റയാണ് ഗംഗങ്ങിനെ വിളിക്കാൻ വേണ്ടി വരും. പക്ഷെ അവള് ഇന്ന് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവള് പഠിക്കാൻ പോകുന്ന പറയും. ഇത് കണ്ടിട്ട് യൂഹയും ഇവൾക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പം അവൾ എൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവനെ വീട്ടിൽ പോയിക്കോളാൻ പറയും. അതിനുശേഷം പുറത്തൊരു ഷൗമയും ഇപ്പോഴെങ്കിലും എന്നോടുള്ള ദേഷ്യം കുറഞ്ഞില്ല അളിയാന്ന് പറഞ്ഞ് അവനും ഗംഗയെ കുറിച്ചൊക്കെ തിരക്കുമ്പം യൂഹിയാണ് പെട്ടെന്ന് ഒരാള് പഠിത്തത്തിൽ ഭയങ്കര ഫോക്കസ് ആവാണ്, അതിന്റെ റീസൺ എന്തോ ചോദിക്കും. അപ്പോഴാണ് ഷൗമയും ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ബ്രെയിനുള്ള കാര്യം ഓർത്തെടുത്തേന്ന് പറഞ്ഞ് അവനും തമാശയ്ക്ക് ഇവൻ്റെയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം വീട്ടിൽ വെച്ച് ഗംഗങ്ങിന്റെ അനിയനാണ് അവനും കുറച്ച് ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഇവളെ നൈസിന് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം അടുത്ത ദിവസം ക്ലാസ് വെച്ച് സാറാണ് ഇവർക്കെല്ലാം വെള്ളിയാഴ്ച അവധിയാന്ന് പറഞ്ഞിട്ട് അതിനവരും ഇവരന്ന് പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോകാന്ന് പറയും. അതുകൊണ്ട് എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് അവരൊക്കെ വരാൻ തയ്യാറായിട്ടിരിക്കുമ്പം ആ 4th റാങ്ക് വാങ്ങിക്കുന്ന കൊച്ചും അവൾക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറയും. അങ്ങനെ ഇത് കേൾക്കുന്ന സാറും എങ്കിൽ പിന്നെ ഇവളെ പോലെ വേറെ ആർക്കേലും താല്പര്യമില്ലാതെ ഉണ്ടോന്ന് ചോദിക്കുമ്പം യൂഹയാണ് അവനെ കൊണ്ട് വരാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ അന്ന് അവന് ഫിസിക്സ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് സാറിനോട് പറയുമ്പം ഇത് കേട്ട് ഗംഗങ്ങ് മൊത്തത്തിൽ അപ്സെറ്റ് ആകും. അതേപോലെ ഇവിടെ മാത്സ് സാറിന്റെ ക്ലാസ്സിൽ ലൂഷ്യൻ ഹേ അല്ലാതെ ഒറ്റത്തിനും പോലും കൈവക്കത്തില്ല ട്രിപ്പിന് പോകണമെന്ന്. കാരണം അവരൊക്കെ വീട്ടിലിരുന്ന് പഠിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സാറും ആരും വരുന്നില്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാന്ന് സാറ് പറയുമ്പം ഇത് കേൾക്കുന്ന അവനും ഫ്രണ്ടിൽ കൈവക്കുന്ന എന്നെ ഒരു മനുഷ്യനായിട്ട് തോന്നുന്നില്ലെന്ന് അവന് താല്പര്യമൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് സാറും എല്ലാരും പഠിക്കാൻ പറയുമ്പോൾ നമുക്കന്ന് ക്ലാസ് വയ്ക്കാന്ന് സാറ് ഇവനോട് പറയുമ്പം ഇവനാണ് എല്ലാ ക്ലാസ്സിലും ട്രിപ്പ് പോകുമ്പോൾ ഈ ക്ലാസ്സിൽ ഒറ്റൊരുത്തും കൈവയ്ക്കുക അവനിങ്ങനെ വിളിച്ചോണ്ട് പോകണ്ടേന്ന് ഇവന് സാറിനോട് പറയുമ്പോഴാണ് സാറാണെങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേരും കൂടെ പോകാന്ന് പറഞ്ഞ് അവനോട് പറയും. അതിനുശേഷം ഇന്റർവെൽ സമയത്ത് ഇവിടെ യൂഹയും അവൾ വിഷമിച്ചിരിക്കുന്ന പറഞ്ഞ് അവൻ സംസാരിക്കാനൊക്കെ വരുമ്പം പെട്ടെന്ന് ബീറ്റയാണ് ഗംഗങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് സാറിനോട് ഒരു ഡൗട്ട് വയ്ക്കാൻ കൂട്ടിന് വരുമെന്ന് ഇവള് വിളിക്കും. കാരണം ഇവള് സാറിന് വായി നോക്കാൻ വേണ്ടി പോവാ. പക്ഷെ ഇത് മനസ്സിലാകാതെ ഗംഗങ്ങും അവൾക്കും ഡൗട്ട് ഉണ്ടെന്ന് പറയുമ്പം ബീറ്റയാണ് ഇവള് വെള്ളം എടുക്കാൻ പോകുന്ന കുപ്പിയെടുത്ത് യൂഹയുടെ കൊടുത്തിട്ട് ഇവ രണ്ടുപേരും സാറിനെ കാണാൻ വേണ്ടി ചെല്ലും. എന്നിട്ട് അടുത്ത ദിവസം ഇവിടെ ലൂഷ്യൻ ഹി സ്കൂട്ടറായിട്ട് ആ സാറിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം സാറാണ് സൈക്കിളായിട്ട് അവിടേക്ക് വന്നിട്ട് ഇവനെ ഒന്ന് പുറയിരിക്കാൻ പറയും. അപ്പോഴാണ് അവനും നമ്മുടെ സ്കൂട്ടറിൽ പോകാൻ സാറേന്ന് പറഞ്ഞ് അവന്റെ വണ്ടിയും കൊണ്ട് പോകാന്നിരിക്കുമ്പം സാറ് സൈക്കിള് വരുന്ന വന്നാതിന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചോണ്ട് അങ്ങ് പോകും. അങ്ങനെ മറ്റേ സൈഡ് ഇവരും ബസ്സിലൊക്കെ പോകുമ്പോഴാണ് ക്ലാസ് ലീഡറിന് ബീറ്റോട് ഒരു ക്രഷൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആൾ കഴിക്കാൻ വേണ്ടി അവൻ കുറെ സ്നാക്സ് ഒക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ സങ്ഡങ്ങും ഹങ്ഷിനോട് കുറെ സംസാരിച്ചൊക്കെ നോക്കുമ്പോൾ അവനാണ് ഒന്ന് മൈൻഡ് ചെയ്യുന്ന പോലെയും തോന്നുന്നില്ല. ഇതേ സമയം ട്രിപ്പിന് പോകാൻ പറ്റാത്തത് യൂഹയാണ് കുറച്ച് സങ്കടത്തി ഷൗമയായിട്ട് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഷൗമയും കുറെ ഡൗട്ടൊക്കെ ചോദിക്കും. അപ്പോഴാണ് ഇവന് ഡൗട്ടൊക്കെ പിന്നെ
തന്നെ ചോദിക്കാം, ആദ്യം ഫ്രണ്ട് ഇരിക്കുന്ന ആ പെങ്കൊച്ചിനൊന്നും കാണലിയാന്ന് ഇവന് യൂഹിയെ വിളിച്ച് കാണിക്കും. പക്ഷെ അവനാണ് മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇതേ സമയം ഇവിടെ ലൂഷ്യൻ ഹേ സാറുമായിട്ട് ട്രിപ്പിന് പോകുമ്പം ഉള്ള എല്ലാവരും ഇവരെ പൊട്ടിച്ച് പോകുന്നുണ്ട്. അവൻ വേണം നടന്ന് ആ മുക്കി സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയും. അപ്പോഴാണ് സാറും അത്രയ്ക്ക് സ്പീഡ് കുറവായിട്ടാണോ ഞാൻ പോകുന്നതെന്ന് ഇവൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.